ക്രിക്കറ്റ് ലഹരി തലയ്ക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയമിടിപ്പ് ഉയരുന്ന നിമിഷങ്ങൾ. ഈ 2020 വേൾഡ് കപ്പിൽ നമ്മുടെ ടീം കൈവരിച്ച നേട്ടങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയുമാണ്. എന്നാൽ സ്കോർ ബോർഡുകളിൽ തെളിയുന്ന വലിയ പേരുകൾക്കപ്പുറം ഈ വിജയയാത്രയിൽ നിശബ്ദരായി പോരാടിയ ചില അൺസങ് ഹീറോസും നമുക്കുണ്ട്. അവരെക്കുറിച്ചാണ് പറയുന്നത്. അനുഭവ സമ്പത്തും യുവത്വവും ഒരുപോലെ ചേർന്നപ്പോഴാണ് ഇന്ത്യ ഈ കൊടുമുടിയിൽ എത്തിയത് തന്നെ. ക്രിക്കറ്റ് മൈതാനത്ത് കേവലം ഫോം മാത്രം പോരാ, മറിച്ച് വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള മാനസിക കരുത്ത് വേണമെന്ന ഈ ടൂർണമെന്റ് നമുക്ക് കാട്ടിത്തന്നു. IPL-ലെ വെടിക്കെട്ട് പ്രകടനങ്ങളുമായി എത്തിയ അഭിഷേക് ശർമ്മയെ പോലെയുള്ള യുവതാരങ്ങൾ വേൾഡ് കപ്പിലെ വലിയ വേദിയിൽ ചെറിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അവിടെ കരുത്തായത് സീനിയർ താരങ്ങളുടെ അനുഭവ സമ്പത്ത് തന്നെയാണ്. സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ തുടങ്ങിയവർ വർഷങ്ങളായി കളിക്കളത്തിൽ നേരിട്ട അനുഭവങ്ങളാണ് ടീമിനെ തളരാതെ നിർത്തിയതും. യുവത്വത്തിന്റെ വീര്യവും സീനിയേഴ്സിന്റെ പക്വതയും ചേർന്ന ഒരു അപൂർവ മിശ്രിതമാണ് ഈ ടീമിനെ വ്യത്യസ്തമാക്കുന്നത്. ടീമിലെ എല്ലാവരും സ്നേഹത്തോടെ അല്ലു അർജുൻ എന്ന് വിളിക്കുന്ന തിലക് വർമ്മയെ കുറിച്ച് പറയാതെ ഈ വേൾഡ് കപ്പ് വിശകലനം പൂർണ്ണമാകില്ല. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ബാറ്റിംഗ് ക്രമത്തിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ തിലക് അല്പം പതറിയെങ്കിലും മിഡിൽ ഓർഡറിലും ഫിനിഷറായും അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് അവിശ്വസനീയമായിരുന്നു. സിംബാബ്വേക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും നടത്തിയ പ്രകടനങ്ങൾ ടീമിന് വലിയ ഊർജ്ജമാണ് നൽകിയത്. കൃത്യമായ സമയത്ത് വിക്കറ്റ് കാത്തു സൂക്ഷിക്കുവാനും അതേസമയം റൺ റേറ്റ് ഉയർത്തുവാനും തിലകിന് കഴിഞ്ഞു. ഫ്ലെക്സിബിലിറ്റി എന്ന വാക്കിന് അദ്ദേഹം പുതിയ അർത്ഥങ്ങളാണ് നൽകിയത്. ഈ ടൂർണമെന്റിലെ മറ്റൊരു വലിയ കണ്ടെത്തൽ ശിവം ദുബെ 2.0 ആണ്. വെറും അടിക്കാരൻ എന്ന ലേബലിൽ നിന്നും മാറി ഇന്നിംഗ്സുകൾ കെട്ടിപ്പടുക്കാൻ കഴിവുള്ള ഒരു താരമായി ദുബെ മാറി. സ്പിന്നർമാർക്കെതിരെ അദ്ദേഹം പുലർത്തുന്ന ആധിപത്യം ടീമിന് വലിയ മുൻതൂക്കം നൽകി. എല്ലാ പന്തും അടിച്ചു പറത്തുന്നതിന് പകരം സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുവാനും മോശം പന്തുകളെ അതിർത്തി കടത്തുവാനുമുള്ള അദ്ദേഹത്തിന്റെ പുതിയ ശൈലി രോഹിത് ശർമ്മയുടെ തന്ത്രങ്ങളുടെ വിജയമാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമി ഫൈനലിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്രത്തോളം നിർണായകമായിരുന്നു എന്ന് നാം കണ്ടതുമാണ്. ടീം മാനേജ്മെന്റ് എടുത്ത ധീരമായ തീരുമാനങ്ങളാണ് ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത്. ബാറ്റിംഗ് ഓർഡറിൽ സാഹചര്യത്തിനനുസരിച്ച് വരുത്തിയ മാറ്റങ്ങൾ എതിരാളികളെ അമ്പരപ്പിച്ചു. സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവരെ കൃത്യമായി ഉപയോഗിച്ചതും അക്ഷർ പട്ടേലിനെ പോലെയുള്ള ഓൾറൗണ്ടർമാരുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തിയതും എടുത്തു പറയേണ്ട ഒന്നാണ്. കളിക്കാർക്ക് അവരുടേതായ റോള് നൽകുന്നതിലും അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലും ക്യാപ്റ്റനും കോച്ചും വിജയിച്ചു. ഫീൽഡിംഗിൽ റിങ്കു സിംഗിനെ പോലെയുള്ള താരങ്ങൾ നൽകിയ പിന്തുണയും ചെറുതല്ല. ക്രിക്കറ്റ് ഒരു വികാരമാണ്. ജയവും തോൽവിയും അതിന്റെ ഭാഗവുമാണ്. എന്നാൽ തോൽവികളിൽ തളരാതെ വിമർശനങ്ങളെ അതിജീവിച്ച് ഒരു ടീം എങ്ങനെ ഫൈനൽ വരെ എത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഇന്ത്യൻ സംഘം. ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളെ മുട്ടുകുത്തിച്ച് മുന്നേറുമ്പോൾ നാം ആഘോഷിക്കുന്ന താരങ്ങൾക്കൊപ്പം ഈ അൺസങ് ഹീറോസിനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. നാളത്തെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ ടീം വിജയിക്കട്ടെ എന്നും ആശംസിക്കാം.